ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനം 94 മുതൽ 96 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 27-ാം വാക്യം. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല. സിറിയയിലെ ഒരു സൈന്യാധിപനായിരുന്നു നയമാൻ. നയമാൻ എന്ന പേരിൻ്റെ അർത്ഥം ഹൃദ്യമായത് അഥവാ പ്രിയങ്കരം എന്നൊക്കെയാണ്. വേദപുസ്തകത്തിൽ ഈ പേര് ബെന്യാമീൻ ഗോത്രത്തിലെ ചില വ്യക്തികൾക്ക് ഉള്ളതായി കാണുന്നു. എന്നാൽ ബെന്യാമീൻ വംശജർക്ക് വളരെ പ്രിയങ്കരമായ പേരായിരുന്നു നയമാൻ എന്നത്. ഈ പേരിൽ തന്നെയാണ് നയമാന്യ കുലവും അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. മനോഹരമായ ഈ കഥയിൽ നിന്ന് അക്കാലത്തെ അന്തർദേശീയ ബന്ധങ്ങളുടെ സ്വഭാവവും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ നയമാൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് മഹാനും മാന്യനുമായിരുന്ന നയമാൻ. നയമാൻ്റെ പ്രധാന പ്രത്യേകതയായിരുന്നു ഇത്. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിനു ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണിയെന്ന് തിരുവചനം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പരാക്രമശാലിയും ആയിരുന്നു എന്ന് കാണുന്നു. ഒരു സൈന്യാധിപന് ആവശ്യമായ ഗുണഗണങ്ങളെല്ലാം ഒത്തിണങ്ങിയ വ്യക്തിയായിരുന്നു നയമാൻ. സമ്പത്ത്, ഉന്നത പദവി, ഉയർന്ന ഉദ്യോഗം ഇവയെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ അലട്ടിയിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രോഗമായിരുന്നു. ഭൗതിക നന്മകളെല്ലാം ദൈവം നൽകുമ്പോഴും അതോടൊപ്പം ഒരു രോഗവും നൽകുന്നു. രോഗം ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണ്. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. ഇവിടെ നയമാൻ രോഗസൗഖ്യത്തിനായി ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ നിറകുടമായ നയമാൻ. കവർച്ചപ്പടയായി വന്നപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന അഥവാ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ചെറിയ പെൺകുട്ടി. അവളെ തൻ്റെ ഭവനത്തിൽ താമസിപ്പിക്കുന്നു. അവൾ തൻ്റെ ഭാര്യയ്ക്ക് സഹായിയായി മാറുന്നു. അവളെ സ്നേഹിച്ച നയമാൻ അവൾ പറയുന്നത് അനുസരിക്കുവാനും തയ്യാറാകുന്നു. സ്നേഹമില്ലാതെ ഒരു അനുസരണമില്ല. ആ സ്നേഹം സൈന്യാധിപനായ നയമാനെ ഇസ്രായേലിലേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ എലീശായിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം ഹിതകരമായി തോന്നിയില്ല എങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അത് അനുസരിക്കുകയാണ് നയമാൻ ചെയ്യുന്നത്. അതിലൂടെ ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ നയമാന് സാധിക്കുന്നു. തിരികെ അരാമിലേക്ക് യാത്രയാകുമ്പോൾ 2 കോവർ കഴുത ചുമട് മണ്ണ് നയമാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വേണ്ടി ആയിരുന്നു. നയമാന് രോഗം വന്നത് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനുള്ള അവസരമായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ദൈവമഹത്വം ദർശിക്കുവാനുള്ള മുഖാന്തരങ്ങളാണ്. അത് തിരിച്ചറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളിൽ, പ്രതിസന്ധികളിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാനുള്ള കൃപ നൽകണമേ. ആമേൻ.